ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഗുരു മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളെ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള 8 ചാപ്റ്റേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. +2 പൊളിറ്റിക്കൽ സയൻസ് മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും അതിൻ്റെ ഓർഡർ വൈസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇത് കാര്യം ശ്രദ്ധിക്കേണ്ടത് 1990s കാലം മുതലുള്ള, അതായത് 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നത്. ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സിലൊക്കെ 1947 മുതൽ 1990 വരെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അലിഗേഷൻസ്, ദെൻ മൂവ്മെൻറ്റ്സുകൾ, പ്രസ്ഥാനങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് 1990s മുതൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 5 കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ വന്ന ഫസ്റ്റ് ഒരു മാറ്റം അല്ലെങ്കിൽ ക്രൂഷ്യലായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 1989 നടന്നിട്ടുള്ള ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി തോറ്റുപോയി അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്തു, തകർന്നു പോയി എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ച 1989 വരെ ആരായിരുന്നു ഏതൊരു ഇലക്ഷനിലും ജയിച്ചിരുന്നത്? കോൺഗ്രസ് പാർട്ടിയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 1989 നടന്ന ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് മുമ്പ് നടന്നൊരു ഇലക്ഷനാണ് 1984. അന്ന് 415 സീറ്റിൽ ജയിച്ച കോൺഗ്രസ് 1989 ഇലക്ഷനിൽ 197 സീറ്റ് മാത്രമേ കോൺഗ്രസ്സിൽ നേടാനായിട്ട് സാധിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ 1989 ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1991 കോൺഗ്രസ് പാർട്ടി തിരിച്ചു വന്നു എന്നുണ്ടെങ്കിലും, പൊളിറ്റിക്സിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വന്നു എന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു തിരിച്ചുവരവ് അവർക്ക് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ക്രൂഷ്യൽ ഡെവലപ്മെൻറ്റ് ഓർ ക്രൂഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് 1989 കാലഘട്ടം മുതൽ കോൺഗ്രസ് പാർട്ടിക്ക് നേരിടേണ്ടി വന്ന ആ ഒരു തകർച്ചയാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് മാറ്റം എന്താണ്? സെക്കൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മണ്ഡൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മണ്ഡൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മണ്ഡൽ കമ്മീഷൻ ഇഷ്യൂ ചെയ്ത ഒരു റെക്കമെൻഡേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് മണ്ഡൽ ഇഷ്യൂ രൂപപ്പെടുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ജോലികളിൽ ഈ OBC, അതുപോലെ തന്നെ SC ST മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, അതുപോലെ തന്നെ OBC വിഭാഗക്കാർക്കും പ്രത്യേകം റിസർവേഷൻ ഏർപ്പാടാക്കണം എന്നുള്ളതായിരുന്നു മണ്ഡൽ കമ്മീഷൻ്റെ മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിംസ് പെടാം, അതിൽ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻസ് പെടാം. അങ്ങനെ മൈനോറിറ്റി ബാക്ക്വേർഡ് ക്ലാസ്സിൽപ്പെട്ട OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സെൻട്രൽ ഗവൺമെൻറ് ജോലികളിൽ പ്രത്യേകം സംവരണം ഏർപ്പാടാക്കണം എന്നുള്ളതായിരുന്നു മണ്ഡൽ കമ്മീഷൻ്റെ മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഈ റെക്കമെൻഡേഷൻ 1990 ന്യൂ ഫ്രണ്ട് ഗവൺമെൻറ് നടപ്പിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് മണ്ഡൽ ഇഷ്യൂ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു റെക്കമെൻഡേഷനെ ഓപ്പോസിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഓപ്പോണൻസും സപ്പോർട്ടേഴ്സും തമ്മിലായിരുന്നു മണ്ഡൽ ഇഷ്യൂ 1989 ഉണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത് ന്യൂ ഇക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. രാജീവ് ഗാന്ധി ആയിരുന്നു ഇത്തരത്തിൽ മെയിൻ ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ ചേഞ്ച് കണ്ട ഒരു വർഷം എന്ന് പറയുന്നത് 1991 ആണ്. നമുക്കറിയാലോ, നമ്മൾ ഇക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 1991 ന്യൂ ഇക്കണോമിക് പോളിസി നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. എന്താണ് ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതായത് ഉണ്ടായിരുന്ന ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, റെസ്ട്രിക്ഷൻസും അമിതമായിട്ടുള്ള നിബന്ധനകളൊക്കെ ഒഴിവാക്കിയിട്ട് ട്രേഡുകളൊക്കെ കുറച്ചുകൂടി സുതാര്യവൽക്കരിക്കുക, പിന്നെ പ്രൈവറ്റ് പാർട്ടീസിന് കുറച്ച് കാര്യങ്ങൾ വിട്ടുകൊടുക്കുക, പിന്നെ ഗ്ലോബലായിട്ട്, അതായത് വേൾഡ് വൈഡ് ആയിട്ട് ട്രേഡ് നടത്തുക. ഇതൊക്കെയായിരുന്നു ഈ ഒരു ഇക്കണോമിക് പോളിസിയുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ 1991 കൊണ്ടുവന്ന ഈ ഇക്കണോമിക് പോളിസീസ്ക്കെതിരെ ഒരുപാട് ക്രിറ്റിസിസംസ്, ഒരുപാട് മൂവ്മെൻറ്റ്സുകളും ഓർഗനൈസേഷൻസ് ഒക്കെ ഉയർന്നു വന്നു എന്നുണ്ടെങ്കിലും പിന്നിൽ വന്ന ഗവൺമെൻറ്റുകളൊക്കെ ഈ ഒരു ഇക്കണോമിക് പോളിസീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. നമുക്കറിയാം അല്ലേ, ഏതൊരു മാറ്റം ഇന്ത്യയിൽ വരുമ്പോഴും ഒരു അജിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമൊക്കെ നടക്കും. അപ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു മാറ്റം നമ്മുടെ ഇന്ത്യയിൽ വരാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അതിൻ്റേതായ നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും, അതിൻ്റേതായ പോസിറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നെഗറ്റീവ്സിനെ മറികടന്നുകൊണ്ട് അത് നടപ്പിലാക്കിയാൽ മാത്രമാണ് അതൊരു പോസിറ്റീവായിട്ട് മാറുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ വന്ന മറ്റൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് 1991 ന്യൂ ഇക്കണോമിക് പോളിസി എന്നുള്ളതായിരുന്നു. അതാണ് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ന്യൂ ഇക്കണോമിക് പോളിസി നമ്മുടെ ഇന്ത്യയിൽ വരുന്ന സമയത്ത് മൻമോഹൻ സിംഗ് ആയിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ, അതുപോലെ തന്നെ നരസിംഹ റാവു ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. ഇനി നാലാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അയോധ്യ ഇഷ്യൂ എന്നുള്ളതാണ്. 1992 ഡിസംബറിൽ
തർക്കഭൂമിയായിരുന്ന അയോധ്യയിലെ ബാർബറി മസ്ജിദ് തകർക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രഡിക്ഷൻസ് ആയിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു മതപരമായിട്ടുള്ളതും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ളതും ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത്. ഈ ബാർബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് BJP എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി കൂടുതൽ ശക്തി ആർജിക്കുകയും അവരുടെ പൊളിറ്റിക്സ് ആയിട്ടുള്ള ഹിന്ദുത്വ കൂടുതൽ പ്രചാരപ്പെടുകയും ചെയ്തു. ഇനി അഞ്ചാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി ഇൻ മെയ് 1991. രാജീവ് ഗാന്ധിനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പിനെ തന്നെ കാര്യമായി ബാധിച്ചു എന്നാണ് പറയുന്നത്. ശ്രീലങ്കൻ തമിഴുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. രാജീവ് ഗാന്ധിയുടെ മരണത്തോട് കൂടിയിട്ട് പിന്നീട് കോൺഗ്രസ് പാർട്ടിയെ നയിച്ചത് നരസിംഹറാവു ആയിരുന്നു. നമ്മളതിവിടെ പഠിച്ചു അല്ലേ. അതായത് ഈ നരസിംഹറാവു ഭരണത്തിലിരിക്കുന്ന സമയത്താണ് നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നരസിംഹറാവു പ്രൈം മിനിസ്റ്ററും മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇത്രയും 5 പോയിന്റ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു 1990s കാലം മുതൽ വന്ന മെയിൻ ആയിട്ടുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ എന്താ പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടിയുടെ അധപതനം, അതുപോലെ തന്നെ മണ്ഡൽ ഇഷ്യൂ, അയോധ്യ ഡിസ്പ്യൂട്ട്, പിന്നെ 1991 വന്ന ന്യൂ ഇക്കണോമിക് പോളിസി, അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ. ഇതായിരുന്നു 1990s കാലം മുതൽ നമ്മുടെ ഇന്ത്യ കണ്ട ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഓർ ഡെവലപ്മെന്റ് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കില്ല. അതിൽ പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ന്യൂ ഇക്കണോമിക് പോളിസി മാത്രമാണ്. ബാക്കിയെല്ലാം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. മറ്റൊരു ഏരിയയാണ് എറ ഓഫ് കോalitions, അതായത് മുന്നണികളുടെ കാലഘട്ടം. നമ്മൾ ആദ്യമേ പറഞ്ഞു 1989 മുതലുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ മറ്റു പൊളിറ്റിക്കൽ പാർട്ടികൾ എന്താ ചെയ്യുന്നത്, കോൺഗ്രസിന് പുറമെ മറ്റൊരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ജയിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് പുതിയൊരു പേരിൽ സഖ്യം ചേർന്ന പാർട്ടിയായിരിക്കും പിന്നീട് ഇന്ത്യയെ ഭരണം ചെയ്യുന്നുണ്ടായിരിക്കുക. നമുക്കറിയാം കോൺഗ്രസ് ആയിരുന്നു അതുവരെ ഏറ്റവും വലിയ ലോക്സഭയിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് 1989 ഇലക്ഷനിൽ കോൺഗ്രസിന് കാര്യമായിട്ടുള്ള മെജോറിറ്റി ലഭിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നാഷണൽ ഫ്രണ്ട് എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി മുന്നോട്ട് വരുന്നത്. അവർ ജനതാദൾ, അതുപോലെ തന്നെ മറ്റ് റീജിയണൽ പാർട്ടീസ്, പിന്നെ ഓപ്പോസിറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിട്ടുള്ള BJP, ലെഫ്റ്റ് ഇടതുപക്ഷ ഇടതുപക്ഷ പാർട്ടികൾ, ഇവരുടെ എല്ലാം കോയിലേഷൻ അല്ലെങ്കിൽ സഖ്യത്തോട് കൂടിയിട്ട് അധികാരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് അധികാരത്തിൽ വന്ന പാർട്ടി ഏതാണെന്നാണ് പറയുന്നത്, നാഷണൽ ഫ്രണ്ട് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഈ കോൺഗ്രസിന്റെ പതനത്തിന് ശേഷം മുന്നോട്ട് വന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഒരു പാർട്ടിക്ക് കോൺഗ്രസ് അവിടെ തോറ്റുപോയി എന്നുണ്ടെങ്കിലും മറ്റു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് അവിടെ ഭരിക്കാൻ സാധിച്ചില്ല. മറ്റു പല പൊളിറ്റിക്കൽ പാർട്ടിയുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചിട്ടാണ് ഇന്ത്യയെ ഭരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. സാധിക്കുന്നത് 1990s കാലഘട്ടങ്ങളിൽ പിന്നോക്ക ജാതി വിഭാഗങ്ങളെയും അതുപോലെ തന്നെ ദളിതരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ കക്ഷികളും ഉയർന്നു വരുന്ന കാഴ്ചയാണ് പിന്നെ നമുക്ക് 1990s കാലം മുതൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഒരുപാട് പാർട്ടികൾ ഈ റീജിയണൽ ആസോസിയേഷൻ, അതായത് പ്രാദേശികവാദത്തെ ഉയർത്തി കാണിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നു. 1996 യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെന്റ് രൂപം കൊടുക്കാനായിട്ട് ഈ മേലെ പറഞ്ഞ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും OBC വിഭാഗത്തിൽപ്പെട്ടവരും റീജിയണൽ അസോസിയേഷനുള്ള ആളുകളൊക്കെ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1989 ഇലക്ഷനിൽ ഇടതുപക്ഷ പൊളിറ്റിക്കൽ പാർട്ടീസും അതുപോലെ തന്നെ BJPയും നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ട്? ദേ വാണ്ടഡ് ടു കീപ് ദ കോൺഗ്രസ് ഔട്ട് ഓഫ് പവർ. കോൺഗ്രസിനെ ഏത് വിധേനയും പുറത്താക്കുക എന്നുള്ളതായിരുന്നു എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പാർട്ടികളും BJPയും നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു കോൺഗ്രസിനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറി മറിയുകയാണ് ചെയ്തത്. അത്രയും നാളും BJPയെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇടതുപക്ഷ പാർട്ടികൾ ആ ഒരു സപ്പോർട്ട് ഒഴിവാക്കുകയും എന്നിട്ട് കോൺഗ്രസിനോട് സപ്പോർട്ട് കാണിക്കുകയുമാണ് പിന്നീട് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? ടു BJP ഔട്ട് ഓഫ് പവർ. BJP എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഒന്നും ഏറ്റില്ല എന്നാണ് പറയുന്നത്. 1991 1996 നടന്ന ഇലക്ഷനിൽ BJP അവരുടെ അധികാരം നിലനിർത്തുകയും വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ജയിക്കുകയും ചെയ്തു. പിക്ചർ നോക്കി നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 1989 മുതൽ ഉള്ള ആ ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിൽ വന്ന മാറ്റങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മുന്നണികളും അതുപോലെ തന്നെ കോalitions ഒക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 1989 ഒറ്റ വർഷത്തേക്ക് നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റിൽ VP സിംഗ് ആയിരുന്നു ഭരിച്ചിരുന്നത്. പിന്നെ 1991 നാഷണൽ ഫ്രണ്ട് തന്നെയായിരുന്നു വിത്ത് ദി സപ്പോർട്ട് ഓഫ് കോൺഗ്രസ്, ചന്ദ്രശേഖർ. ദെൻ ഒരു മാറ്റം വന്നിട്ട് 1996 അത് BJP ആയിരുന്നു, AB വാജ്പേയി, അത് മൈനോറിറ്റി ഗവൺമെന്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1999 ഒരു ഇലക്ഷൻ നടത്തി. അതിൽ AB വാജ്പേയി തന്നെ ആയിരുന്നു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. 2004 വരെ അദ്ദേഹം ഭരിച്ചു. പിന്നീട്
ഇതിനിടയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ, അതെല്ലാം മൈനോറിറ്റി ഗവൺമെൻറ്റുകൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുടെയും സപ്പോർട്ടോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു ആളുകൾക്കെല്ലാം ഭരിക്കാനായിട്ട് സാധിച്ചിരുന്നത്. 2004 മൻമോഹൻ സിംഗ് അധികാരത്തിലേക്കുകയും 10 വർഷത്തോളം അദ്ദേഹം ഭരണം കാഴ്ചവെച്ചു. ദെൻ 2014 BJP സർക്കാരിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇന്നും ഭരണം കൊണ്ടുപോകുന്നത് ആര് തന്നെയാണ്? BJP സർക്കാർ തന്നെയാണ്. നരേന്ദ്രമോദിയാണ് സ്റ്റിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? 1989 വരെ കോൺഗ്രസ് ആധിപത്യം ഉണ്ടായിരുന്ന ഇന്ത്യയിൽ 1989 ഇലക്ഷന് ശേഷം കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയും മറ്റു പൊളിറ്റിക്കൽ പാർട്ടികളും അതുപോലെ തന്നെ കോയലിഷൻസ് ഒക്കെ മുന്നോട്ട് വരികയും അധികാരത്തിൽ വരികയും കാണുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾ നന്നായി പഠിക്കുക. ഞാൻ അടുത്തൊരു പോർഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്